ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഒരു തിയറമാണ്. വൈറ്റാലി കൺവെർജൻസ് തിയറം. ലെറ്റ് ഇ ബി ഓഫ് ഫൈനൈറ്റ് മെഷർ. സപ്പോസ് ദ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് sequence fn is uniformly integrable over E if sequence fn tends to f pointwise almost everywhere on E, then f is integrable over E and limit n tends to infinity integral over E fn equal to integral over E f. ഈ തിയറം വൈറ്റാലി കൺവെർജൻസ് തിയറം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ E എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ്. ഒപ്പം ഒരു സീക്വൻസ് fn ഉണ്ട്, സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്. ദിസ് കളക്ഷൻ ഈസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ E. And one more assumption is the sequence fn is converging to f pointwise almost everywhere on E. We have to prove that our f is integrable over E and limit n tends to infinity integral over E fn equal to integral over E f. നമുക്ക് പ്രൂഫ് നോക്കാം. By the assumption, we know that by the previous proposition number 25, all the conditions are satisfied, therefore our f is integrable over E. അപ്പോൾ നമുക്ക് നേരത്തെ തൊട്ട് മുൻപുണ്ടായിരുന്ന പ്രപ്പോസിഷനിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാരണമുണ്ട് അതിലെ റിസൾട്ടായിട്ടുള്ള എഫ് ഇൻ്റഗ്രബിൾ ആണെന്നുള്ളത് നമുക്ക് നേരിട്ട് എഴുതാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ ആദ്യത്തെ റിസൾട്ട് എഫ് ഈസ് ഇൻ്റഗ്രബിൾ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ തിയറത്തിനകത്തുള്ള എല്ലാ അസംഷൻസും ഉണ്ട്. ആൻഡ് വൺ മോർ റിസൾട്ട് ഈസ് അവർ എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. ദെൻ ബൈ ദ പ്രപ്പോസിഷൻ നമ്പർ 15, എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ 15 എന്ന് പറയുന്ന പ്രപ്പോസിഷൻ പ്രകാരം എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നൗ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ minus integral over EF equal to modulus of integral over E fn minus f. നമുക്ക് അങ്ങനെ അതിനെ മാറ്റി എഴുതാവുന്നതാണ് ഇൻ്റഗ്രൽ ക്ലബ് ചെയ്തുകൊണ്ട്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡുലസ് ഓഫ് fn മൈനസ് എഫ്. നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എന്നുള്ളത്. ആ റിസൾട്ട് പ്രകാരം നമുക്കിവിടെ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി കിട്ടുന്നു. ദിസ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. ടേക്ക് എ മെഷറബിൾ സബ്സെറ്റ് എ ഓഫ് ഇ. എ എന്ന് പറഞ്ഞ് ഇയുടെ ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു മെഷറബിൾ സബ്സെറ്റ് എടുക്കുന്നു. ദെൻ അവർ ഇ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ യൂണിയൻ ഇ മൈനസ് എ. രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളുടെ യൂണിയനായിട്ട് നമ്മളിവിടെ ഇനെ എഴുതി കഴിഞ്ഞു. ദെൻ ബൈ ദ റിസൾട്ട് നമ്പർ 1 വി ഗെറ്റ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് integral over EF less than or equal to integral over E minus A mod Fn minus F plus integral over A mod Fn minus F. കാരണം നമുക്ക് 1 എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റി പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണുള്ളത്? ഇൻ്റഗ്രൽ ഓവർ ഇ മോഡുലസ് ഓഫ് Fn മൈനസ് എഫ് എന്നാണുള്ളത്. പക്ഷേ ഇയെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയനായിട്ട് എഴുതാം, എ യൂണിയൻ ഇ മൈനസ് എ. അതുകൊണ്ട് തന്നെ നമുക്കവിടെ നമ്മുടെ ഇൻ്റഗ്രേഷനെ രണ്ട് ഇൻ്റഗ്രേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്ത് എഴുതുന്നു? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ്. ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ്. അതായത് ഫസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്. രണ്ടാമത്തെ ടേമിനകത്ത് നമ്മൾ മോഡ് എഫ് എൻ മൈനസ് എഫിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ്. പക്ഷേ മോഡ് എഫ് എൻ മൈനസ് എഫിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് എഫ് എൻ മൈനസ് മോഡ് എഫ് എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. പക്ഷെ നമുക്കൊരു അറിയാം, ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയിലെ കൊറോളറി പ്രകാരം മോഡ് എ മൈനസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഉപയോഗിക്കുന്നത്. So we get modulus of integral over E fn minus integral over E f less than or equal to integral over E minus a mod fn minus f plus integral over a mod fn plus integral over a mod f. ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു.
സിൻസ് സീക്വൻസ് fn is uniformly integrable, നമുക്ക് assumption പ്രകാരം സീക്വൻസ് fn uniformly integrable ആണ് തന്നിട്ടുണ്ട്. Then by the definition of uniformly integrability, for any epsilon greater than 0, there exists delta greater than 0 for any a subset of E with the measure of a less than delta such that integral over a mod fn less than epsilon by 3 for each n. അതായത് ഒരു കളക്ഷൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആയിരിക്കുമ്പോൾ ആ കളക്ഷനിൽ വരുന്ന ഓരോ ഫംഗ്ഷനും ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡെഫിനേഷൻ ഓഫ് യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിയിൽ പഠിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ യു ഗെറ്റ് എ ഡെൽറ്റ ആൻഡ് യു ഗെറ്റ് എനി subset E. A is any subset of E with measure a less than your delta. Then we have integral over a mod fn is less than or equal to less than mod fn less than epsilon by 3 for each n. That means the result is true for each member in the collection. And we have, since sequence fn tends to f pointwise almost everywhere on E, നമുക്ക് assumption ഉണ്ട്. Then we have collection of mod fn is tends to mod f or pointwise almost everywhere on E. Sequence fn fലേക്ക് pointwise almost everywhere converge ചെയ്യുമെങ്കിൽ നമുക്ക് ആ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കുന്ന മോഡ്ലെസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മോഡ് fn എന്ന് പറയുന്ന സീക്വൻസ് മോഡ് എഫിലേക്ക് പോയിന്റ് ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജ് ചെയ്തിരിക്കും. ദെൻ ബൈ ദ ഫാറ്റസ് ലെമ്മ, നമുക്ക് ആ റിസൾട്ടിനകത്താണ് നമ്മൾ ഫാറ്റസ് ലെമ്മ ഉപയോഗിക്കുന്നത്. ഏത് സീക്വൻസ് മോഡ് fn ടെൻസ് ടു മോഡ് എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നുള്ള റിസൾട്ടിനകത്ത് ഫാറ്റസ് ലെമ്മ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് fn എന്ന് കിട്ടുന്നു. And we know that here our A is the one of the domain subset of your E, so the result is true for A also. Here measure of A is also less than delta by the definition of uniform integrability. Then we can apply the result by the Fatter's lemma using our subdomain capital A. We get integral over A mod f less than or equal to limit infimum integral over A mod fn. But we know that integral over a mod fn is less than epsilon by 3 for each n by the definition of uniform integrability. Then we can apply epsilon by 3, so we get which is less than limit infimum in epsilon by 3, then by the result number 3. So we get the result integral over a mod f is less than epsilon by 3 for each measurable subset a of E with the measure of a is less than delta. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ഫോർത്ത് റിസൾട്ടായിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ഫോർ ഈച്ച് മെഷറബിൾ സബ്സെറ്റ് എ ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ദെൻ ബൈ ദ ഇഗ്രോഫ് തിയറം, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഇഗ്രോഫ് തിയറം പ്രകാരം then there exists for a delta greater than 0 there exists a closed set f such that fn tends to f uniformly on e minus e naught. e minus e naught എന്നുള്ളതല്ല, അവിടെ f എന്നാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആൻഡ് മെഷർ ഓഫ് e minus f ലെസ് ദാൻ ഡെൽറ്റ. ഈ ഗ്രോഫ് തിയറത്തിനകത്ത് e naught എന്നുള്ള കൺസെപ്റ്റ് പറയാറില്ല. ഓൺലി കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ദർ ഇസ് എ ക്ലോസ്ഡ് സെറ്റ് f which is a subset of our e and fn tends to f uniformly on f and measure of e minus f is less than delta എന്നാണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഇയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ തീർച്ചയായും എഫിനെ നമുക്ക് ഇ മൈനസ് സം ഇ നോട്ട് എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. അപ്പം മെഷർ ഓഫ് ഇ മൈനസ് എഫ് എന്ന് പറയുന്നത് ആക്ച്വലി മെഷർ ഓഫ് ഇ നോട്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് അവിടെ എഫ് എന്നുള്ള സ്ഥാനത്തിന് നമുക്ക് പകരം ഇവിടെ എന്ത് ഉപയോഗിക്കാം? എഫ് ഈക്വൽ ടു സം ഇ മൈനസ് ഇ നോട്ട് വേർ ഇ മൈനസ്. അപ്പോൾ നമുക്ക് സീക്വൻസ് എഫ് എൻ ഈസ് കൺവെർജിങ് ടു എഫ് യൂണിഫോംലി ഓൺ ഇ മൈനസ് ഇ നോട്ട്. എഫ് എന്നുള്ളതിന് പകരം എഫ് ഇ മൈനസ് ഇ നോട്ട് എന്ന് പറയാൻ സാധിക്കുന്നു. ഒപ്പം അവിടെയുള്ളത് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ്. ഇ മൈനസ് എഫ് ഈസ് ഇ നോട്ട് ആയിരിക്കും, കാരണം എഫ് ഈക്വൽ ടു ഇ മൈനസ് ഇ നോട്ട് ആണെങ്കിൽ ഇ നോട്ട് എന്ന് പറയുന്നത് ഇ മൈനസ് എഫ് ആയിരിക്കും. സോ വി ഗെറ്റ് ദ റിസൾട്ട് എന്താണ്? ഫോർ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 there exists a set f which is equal to e minus e naught such that sequence fn tends to f uniformly on e minus e naught and measure of e naught is less than delta. ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 5 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. By the definition of
uniform convergence for each epsilon greater than 0, there exists n belongs to n such that mod fn minus f less than epsilon by 3 into measure of e on e minus e naught for all n greater than or equal to n. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എഫിലേക്ക് യൂണിഫോമിലി കൺവേർജ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ യൂണിഫോം കൺവെർജൻസിന്റെ ഡെഫിനേഷൻ പ്രകാരം കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ there exists a natural number n such that mod fn minus f less than എപ്സിലോൺ എന്നുള്ളതിന് പകരം നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ എന്നെടുക്കുന്നു. ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ ഓൺ ഇ മൈനസ് ഇ നോട്ട് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് നമ്മൾക്ക് കിട്ടുന്നു ബൈ ദ ഡെഫിനേഷൻ ഓഫ് യൂണിഫോം കൺവെർജൻസ്. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 6 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ വി ടേക്ക് അവർ എ ഈക്വൽ ടു ഇ നോട്ട്. ഇപ്പോൾ നമുക്കറിയാം മെഷർ ഓഫ് ഇ നോട്ട് എന്താണ്? ലെസ് ദാൻ ഡെൽറ്റയാണ് ബൈ ഗ്രോഫ് തിയറം. നമ്മൾ നേരത്തെ എ എന്ന് പറയുന്ന സെറ്റ് ലെസ് ദാൻ മെഷർ എ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എടുത്തിട്ട് ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് ഉപയോഗിക്കാനായിട്ട് വി ടേക്ക് അവർ എ ഇസ് അവർ ഇ നോട്ട്. ദെൻ ബൈ 2 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നമ്മുടെ മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്റഗ്രൽ ഓവർ ഇ മൈനസ് എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇന്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ പ്ലസ് ഇന്റഗ്രൽ ഓവർ എ മോഡ് എഫ് എന്നായിരുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എയുടെ സ്ഥലത്ത് നമ്മൾ ഇ നോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇന്റഗ്രൽ ഓവർ ഇ നോട്ട് മോഡ് എഫ് എൻ പ്ലസ് ഇന്റഗ്രൽ ഓവർ ഇ നോട്ട് മോഡ് എഫ് എന്ന് കിട്ടുന്നു. ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ നമ്മൾ ഓരോ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ. അത് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് യൂണിഫോം കൺവെർജൻസിന്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു സ്റ്റേജിനപ്പുറം നമുക്ക് മോഡ് എഫ് എൻ മൈനസ് എഫ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈമിൽ എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് കിട്ടുന്നു. രണ്ടാമത്തേനകത്ത് നമുക്ക് എന്താണ്? ഇന്റഗ്രൽ ഓവർ ഇ നോട്ട് മോഡ് എഫ് എൻ. നമുക്കറിയാം നേരത്തെ മെഷർ ലെസ് ദാൻ ഡെൽറ്റ വരുന്ന സബ്സെറ്റിനകത്ത് മോഡ് എഫ് എൻ്റെ വാല്യൂ എന്തായിരിക്കും? മോഡ് എഫ് എൻ്റെ വാല്യൂ നമുക്ക് യൂണിഫോം ഇന്റഗ്രബിലിറ്റിയുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇന്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. അപ്പോൾ നമ്മളവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് പകരം അവിടെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 പ്ലേസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രൽ ഓവർ ഇ നോട്ട് മോഡ് എഫ് നമ്മൾ നേരത്തെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മെഷർ ലെസ് ദാൻ ഡെൽറ്റയുള്ള ഒരു ഡൊമൈനിന് ഇന്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കും. So we can apply that statement, fourth statement in this area. So we get totally which is less than integral over e minus e naught epsilon by 3 into measure of e plus epsilon by 3 plus epsilon by 3. There is a condition for all n greater than or equal to n. First ടൈമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ കണ്ടീഷനാണ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ളത്. ഇത് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യുന്നു. എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ പുറത്തേക്ക് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ ഇൻറ്റു മെഷർ ഓഫ് ഇ മൈനസ് ഇ നോട്ട് plus epsilon by 3 2 times 2 into epsilon by 3 for all n greater than or equal to n. ഇനി നമുക്കിവിടെ അറിയാം മെഷർ ഓഫ് ഇ മൈനസ് ഇ നോട്ട് എന്ന് പറയുന്നത് മെഷർ ഓഫ് ഇ നോട്ട് ഇ ഐനേക്കാൾ എന്തായാലും ചെറുതായിരിക്കും. കാരണം ഇ മൈനസ് ഇ നോട്ട് ഇസ് ദ സബ്സെറ്റ് ഓഫ് യുവർ ഇ. therefore we can place the maximum value as 1. so we get less than epsilon by 3 into 1, that is epsilon by 3 plus 2 into epsilon by 3. totally we get epsilon for all n greater than or equal to n. അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയ റിസൾട്ട് എന്താണ്? Modulus of integral over e fn minus integral over e f is less than epsilon for all n greater than or equal to n. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ corresponding to any epsilon greater than 0 there exists a natural number n such that modulus of integral over e fn minus integral over e f less than epsilon for all n greater than or equal to n എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ്? നമ്മുടെ കൺവെർജൻസിന്റെ ഡെഫിനേഷൻ ആണ്. അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ലിമിറ്റ് n tends to infinity integral over e fn equal to integral over e f. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ടാമത്തെ റിസൾട്ട് ഇതായിരുന്നു. അത് നമുക്ക് കിട്ടി. നേരത്തെ നമുക്ക് എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൊപ്പോസിഷൻ നമ്പർ 25 പ്രകാരം കിട്ടിയിട്ടുണ്ട്. ഇതാണ് വൈറ്റാലി കൺവെർജൻസ് തിയറം. താങ്ക് യു.